ലോക്സഭയിൽ ബി.ജെ.പിക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കിയ അധ്യക്ഷൻ നേട്ടങ്ങളോടെ പടിയിറക്കം. പദവിയൊഴിയുന്നത് ആത്മവിശ്വാസത്തോടെയെന്ന് കെ സുരേന്ദ്രൻ. ലോക്സഭയിൽ ബി.ജെ.പിക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കിയെന്ന നേട്ടവുമായാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞത്. കൂടാതെ സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ വോട്ട് ശതമാനം 20-ലെത്തിച്ച അധ്യക്ഷൻ കൂടിയാണ് കെ സുരേന്ദ്രൻ. മാത്രമല്ല, മലപ്പുറം ഒഴികെ ലോക്സഭാ മണ്ഡലങ്ങളിൽ പാർട്ടി വോട്ട് ലക്ഷത്തിന് മുകളിലെത്തിക്കാനും സുരേന്ദ്രൻ അധ്യക്ഷനായ സമയത്ത് സാധിച്ചു. ഇതിനിടെ കൊടകര കുഴൽപ്പണ വിവാദം ഉൾപ്പെടെ പലതിലും ആരോപണങ്ങൾ നേരിടേണ്ടിയും വന്നു. ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ എന്ന പ്രതിച്ഛായയുമായാണ് 2020 ഫെബ്രുവരി 15-ന് കെ സുരേന്ദ്രൻ ചുമതലയേറ്റത്. ABVPയുടെയും തുടർന്ന് യുവമോർച്ചയുടെയും അനിഷേധ്യ നേതാവെന്ന നിലയിലുള്ള സമരങ്ങളായിരുന്നു ആധാരം. ശബരിമല യുവതീ പ്രവേശന പ്രശ്നം വന്നപ്പോൾ ആചാര സംരക്ഷണ സമരങ്ങളുടെ മുൻനിര പോരാളി. ശബരിമല ദർശനത്തിനെത്തിയ സുരേന്ദ്രനെ ഇരുമുടിക്കെട്ടുമായി അറസ്റ്റ് ചെയ്ത് ആഴ്ചകളോളം ജയിലിലടച്ചു. ബി.ജെ.പിയിലെ വി മുരളീധര പക്ഷത്തിന്റെ ശക്തനായ വക്താവായ സുരേന്ദ്രന് തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനവും ഗുണമായി. തുടർന്നാണ് PS ശ്രീധരൻപിള്ളയുടെ പിൻഗാമിയായി കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച സുരേന്ദ്രന് 2,97,000-ൽ പരം വോട്ട് കിട്ടിയെങ്കിലും 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എങ്കിലും 2014-നേക്കാൾ 1.5 ലക്ഷത്തിലേറെ വോട്ട് കൂടുതൽ നേടാൻ സുരേന്ദ്രനായി. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് മത്സരിച്ച സുരേന്ദ്രൻ നേമത്ത് നിന്ന് ജയിച്ച് O രാജഗോപാലിനൊപ്പം നിയമസഭയിലെത്തേണ്ടതായിരുന്നു. വെറും 89 വോട്ടിനാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. സംഘടന ഒന്നാകെ ഉടച്ചുവാർത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ മുന്നേറ്റത്തിന്റെ ക്രെഡിറ്റ് കെ സുരേന്ദ്രന് കൂടി അവകാശപ്പെട്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് മത്സരിച്ച് തോറ്റെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ വോട്ട് ശതമാനം കൂട്ടി. തൃശൂരിലൂടെ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാനായതും വോട്ട് ശതമാനം 20-ൽ എത്തിക്കാനായതും പാർട്ടിയുടെ എക്കാലത്തെയും മികച്ച പ്രകടനമായി വിലയിരുത്തപ്പെട്ടു. മലപ്പുറം ഒഴികെ ലോക്സഭാ മണ്ഡലങ്ങളിൽ പാർട്ടി വോട്ട് ലക്ഷത്തിന് മുകളിലെത്തി. ഇതിനിടെ കൊടകര കുഴൽപ്പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു. വി മുരളീധരനുമായുള്ള പഴയ അടുപ്പം നഷ്ടമായെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്നായിരുന്നു സുരേന്ദ്രൻ അനുകൂലികളുടെ പ്രതീക്ഷ. എന്നാൽ 5 വർഷത്തെ കാലപരിധി മാനദണ്ഡം കർശനമാക്കിയതോടെ സുരേന്ദ്രന് പടിയിറങ്ങേണ്ടി വന്നു.